ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഓട്ടോമേറ്റ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. വാട്സപ്പ് ആൻഡ് ബിസിനസ് ഓട്ടോമേഷൻ ട്യൂട്ടോറിയൽസ് ഇൻ മലയാളം. നിങ്ങൾക്കൊരു ക്ലിനിക്ക് ഉണ്ടെന്നിരിക്കട്ടെ. രോഗികൾ വിളിക്കുന്നു, റിസപ്ഷനിസ്റ്റ് തിരക്കിലാണ്, ചിലപ്പോൾ കോൾ മിസ്സാകും. സോ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാകും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വാട്സപ്പ് വഴി തന്നെ ഒരു ഡോക്ടറെ സെലക്ട് ചെയ്ത് ഡേറ്റ് നോക്കി ടൈം സ്ലോട്ട് ബുക്ക് ചെയ്ത് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇത് പൂർണ്ണമായും N8N ഉപയോഗിച്ചാണ് ഞാൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സാധാരണ ക്ലിനിക്കൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? 1, ഫോൺ കോൾ എപ്പോഴും ആൻസർ ചെയ്യാൻ പറ്റില്ല. 2, റിസപ്ഷനിസ്റ്റ് മാനുവലായി എല്ലാ ബുക്കിങ്ങും ട്രാക്ക് ചെയ്യേണ്ടി വരും. പിന്നെ 3, ഡബിൾ ബുക്കിംഗ് പോലുള്ള മിസ്റ്റേക്ക് സംഭവിക്കും. ഇതെല്ലാം സോൾവ് ചെയ്യുന്ന ഒരു വാട്സപ്പ് ബോട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഇത് ലൈവായി നമുക്ക് നോക്കാം. ഞാനൊരു കസ്റ്റമറായിട്ട് വാട്സപ്പിൽ ഹായ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നോക്കൂ, ക്ലിനിക്കിൻ്റെ പേരും വെൽക്കം മെസ്സേജും ഡോക്ടർമാരുടെ ലിസ്റ്റും ഓട്ടോമാറ്റിക്കായി വരുന്നു. ഒരു ഡോക്ടറെ സെലക്ട് ചെയ്ത് അപ്പോൾ ആ ഡോക്ടറുടെ അവൈലബിൾ ഡേറ്റ്സ് കാണിക്കുന്നു. ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുന്നു, അപ്പോൾ ആ ഡേറ്റിലെ അവൈലബിൾ ടൈം സ്ലോട്ട്സ് വരുന്നു. ഇതിനു മുമ്പ് ഇതിനകം ബുക്ക് ചെയ്ത സ്ലോട്ട്സ് ഒഴിവാക്കിയാണ് കാണിക്കുന്നത്. ഒരു ടൈം സെലക്ട് ചെയ്യുന്നു. ഇനിയൊരു പുതിയ ഫീച്ചർ കാണിക്കാം. ഈ അപ്പോയിൻമെൻറ്റ് ആർക്ക് വേണ്ടിയാണ് എന്ന് ബോട്ട് ചോദിക്കുന്നു. എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ വേറെ ആൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോർ സമ്മൺ എൽസ് എന്ന് സെലക്ട് ചെയ്യാം. ഈ വേറെ ആൾക്ക് വേണ്ടി എന്ന് സെലക്ട് ചെയ്താൽ ആ ബന്ധം, റിലേഷൻഷിപ്പ് ചോദിക്കും. അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മകൾ എന്നിങ്ങനെ. എന്നിട്ട് പേര് ടൈപ്പ് ചെയ്യാൻ പറയും. അവസാനം ഫുൾ സമ്മറി കാണിച്ച് കൺഫേം ചെയ്യാൻ പറയും. കൺഫേം ചെയ്താൽ ഉടനെ ബുക്കിംഗ് കൺഫേംഡ് എന്ന് മെസ്സേജ് വരുന്നു. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഭാഗം കാണിക്കാം. ഇതുവരെ കണ്ടത് ബട്ടൺ ടാപ്പ് ചെയ്ത് ബുക്ക് ചെയ്യുന്ന രീതിയാണ്. പക്ഷേ ഒരു രോഗി സാധാരണ ഭാഷയിൽ ചോദിച്ചാലോ, അതായത് നാളെ കാർഡിയോളജിസ്റ്റ് ഉണ്ടോ, ഫ്രൈഡേ ഈവനിങ് സ്ലോട്ട് വേണം, മോർണിംഗ് അപ്പോയിൻമെൻറ്റ് കിട്ടുമോ, ഇത്തരം ചോദ്യങ്ങൾ AI മനസ്സിലാക്കുന്നു. എന്നിട്ട് ആ വിവരങ്ങൾ വർക്ക് ഫ്ലോയ്ക്ക് ശരിയായ രീതിയിൽ കൈമാറുന്നു. അതായത് ഇവിടെ 2 തരം ലോജിക്ക് ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. 1, റൂൾ ബേസ്ഡ് ഓട്ടോമേഷൻ. ഓരോ ബട്ടണും എക്സാക്റ്റായി ഏത് സ്റ്റെപ്പിലേക്കാണ് പോകേണ്ടതെന്ന് നേരത്തെ തീരുമാനിച്ചു വെച്ചത്. 2, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതായത് ഫ്രീ ടെക്സ്റ്റായി ആളുകൾ എന്ത് ടൈപ്പ് ചെയ്താലും അത് മനസ്സിലാക്കി സെയിം ഓട്ടോമേഷനിലേക്ക് ഫിറ്റ് ചെയ്യുന്നു. ഈ കോമ്പിനേഷനാണ് ഈ ബോട്ടിനെ ശരിക്കും സ്മാർട്ട് ആക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് N8N ക്യാൻവാസിൽ കാണാം. ഇവിടെ കാണുന്നത് പോലെ ഒരു വാട്സപ്പ് ട്രിഗറാണ് ഈ വർക്ക് ഫ്ലോയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആരെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന നിമിഷം ഈ വർക്ക് ഫ്ലോ ട്രിഗർ ആവും. ഗൂഗിൾ ഷീറ്റാണ് ഇവിടെ ഡാറ്റാബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഡോക്ടർമാരുടെ വിവരങ്ങൾ ഒരു ഷീറ്റിൽ, അവരുടെ അവൈലബിൾ സ്ലോട്ട്സ് വേറൊരു ഷീറ്റിൽ, ഓരോ കസ്റ്റമറിൻ്റെയും കൺവെർസേഷൻ സ്റ്റേറ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഷീറ്റ്, കൺഫേംഡ് ആയ അപ്പോയിൻറ്റ്മെൻറ്റ്സ് സേവ് ചെയ്യാൻ വേറൊരു ഷീറ്റ്. ഓരോ കസ്റ്റമറും ഏത് സ്റ്റെപ്പിലാണ് ഉള്ളതെന്ന് ഈ റൂട്ട് ബൈ സ്റ്റെപ്പ് എന്ന നോഡാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഡോക്ടർ സെലക്ട് ചെയ്യണോ, ഡേറ്റ് സെലക്ട് ചെയ്യണോ, ടൈം സെലക്ട് ചെയ്യണോ എന്നൊക്കെ ഈ ഒരൊറ്റ നോഡാണ് മാനേജ് ചെയ്യുന്നത്. ഫ്രീ ടെക്സ്റ്റ് വരുമ്പോൾ അത് ആദ്യം ഈ AI ഏജൻറ്റിലേക്ക് പോകും. അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത വിവരങ്ങൾ തിരികെ ഇതേ ഓട്ടോമേഷൻ ഫ്ലോയിലേക്ക് തന്നെ വരും. അവസാനം കൺഫേം ചെയ്യുന്ന നിമിഷം ആ അപ്പോയിൻമെൻറ്റ് ഗൂഗിൾ ഷീറ്റിൽ സേവ് ആവുകയും വാട്സാപ്പിൽ കൺഫർമേഷൻ മെസ്സേജ് പോവുകയും ചെയ്യും. ഇനി ഇത് ആർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് നോക്കാം. ഇത് ക്ലിനിക്കുകൾക്ക് മാത്രമല്ല, ഹോസ്പിറ്റൽസ്, ഡെൻ്റൽ ക്ലിനിക്സ്, ഡയഗ്നോസ്റ്റിക് ലാബ്സ്, പിന്നെ സ്കിൻ ക്ലിനിക്സ്, കൺസൾട്ടൻസ്, ഒപ്പം അപ്പോയിൻമെൻറ്റ് ബേസ്ഡ് ആയ ഏത് സർവീസ് ബിസിനസ്സിനും ഇതുപോലുള്ള ഒരു ഓട്ടോമേഷൻ വളരെ ഉപകാരപ്പെടും. അതുപോലെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വെബ്സൈറ്റ് എന്നിവ വഴി ഓർഡർ ലഭിക്കുന്ന ഓൺലൈൻ സെല്ലേഴ്സിനായിട്ട് കസ്റ്റമറിനോട് സ്വയം സംസാരിക്കുന്ന, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് അയക്കുന്ന, പ്രൈസ് പറയുന്ന, ഓർഡർ കൺഫേം ചെയ്യുന്ന, പേയ്മെൻറ്റ് ലിങ്ക് അയക്കുന്ന മുഴുവൻ വാട്സപ്പ് ചാറ്റ് ബോട്ട് സിസ്റ്റം ഞാൻ അടുത്ത വീഡിയോകളിൽ കാണിക്കാൻ പോകുന്നുണ്ട്. ഇതുപോലുള്ള ഓട്ടോമേഷൻ നിങ്ങളുടെ ബിസിനസ്സിന് വേണമെങ്കിൽ wayanadinfo.com സന്ദർശിക്കുക. പിന്നെ ഒരു ഫ്രീ കൺസൾട്ടേഷൻ വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. ഈ ചാനലിലൂടെ വാട്സപ്പ് ആൻഡ് ബിസിനസ് ഓട്ടോമേഷൻ ട്യൂട്ടോറിയൽസ് ഇനിയും വരുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതുപോലെ നിങ്ങളുടെ ബിസിനസ്സിലും ഓട്ടോമേഷൻ സാധിക്കുമോ എന്ന് തോന്നുന്നുണ്ടോ? കമൻറ്റിൽ പറയൂ. ഇനി ഏത് ഓട്ടോമേഷനാണ് കാണിക്കേണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്